ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ശ്രീലങ്കൻ വിദേശകാര്യ സഹമന്ത്രി അരുൺ ഹേമചന്ദ്രയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. IRIS ദേനയിൽ 180 പേർ ഉണ്ടായിരുന്നുവെന്നും ശ്രീലങ്ക അറിയിച്ചു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വെച്ചായിരുന്നു ആക്രമണം. തെക്കൻ തുറമുഖമായ ഗാലയിൽ നിന്ന് ഏകദേശം 25 മൈൽ ദൂരെ വെച്ചായിരുന്നു ആക്രമണം. രക്ഷപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്തുന്നതിനായി ശ്രീലങ്കൻ നാവികസേന തിരച്ചിൽ ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഫെബ്രുവരി 18 മുതൽ ഫെബ്രുവരി 25 വരെ ബംഗാൾ ഉൾക്കടലിൽ നടന്ന മിലാൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നു ഇറാനിയൻ കപ്പൽ. ഇറാനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അമേരിക്കൻ അന്തർവാഹിനി കപ്പലിനെ ആക്രമിച്ചത്. അതിനിടെ IRIS ദേനയ്ക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു. പെന്റഗണാണ് വീഡിയോ പുറത്തുവിട്ടത്. ആക്രമണത്തിൽ ഇറാൻ കപ്പലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകരുന്നതും ദൃശ്യത്തിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ പടക്കപ്പൽ US മുക്കിയതിൽ ചോദ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇന്ത്യക്ക് സ്വന്തം അയൽപ്പക്കത്ത് സ്വാധീനമില്ലേ? കോൺഗ്രസ് വക്താവ് പവൻ ഖേര ചോദിച്ചു. ഇന്ത്യയുടെ അയൽപ്പക്കവും വാഷിംഗ്ടണിനും ടെൽ അവീവിനും വിട്ടുകൊടുത്തോയെന്നും രാജ്യത്തെ തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ US-ന് അനുവാദം കൊടുത്തിട്ടുണ്ടോയെന്നും കോൺഗ്രസ് ആരാഞ്ഞു. അതേസമയം ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന് സമീപം ആക്രമണം നടന്നതായി IAEA സ്ഥിരീകരിച്ചു. എന്നാൽ മേഖലയിൽ ആണവ വികിരണ സാധ്യതയില്ലെന്നും IAEA സ്ഥിരീകരിച്ചു. നതാൻസ് ആണവ കേന്ദ്രത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ഏജൻസിയുടെ സ്ഥിരീകരണമുണ്ട്. ബുഷെഹർ ഉൾപ്പെടെയുള്ള ഇറാന്റെ മറ്റ് ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും IAEA അറിയിച്ചു. ഇറാൻ വ്യോമമേഖലയുടെ നിയന്ത്രണം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉടൻ ലഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പ്രതികരിച്ചു. മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈന്യം ഉടനെത്തും. ആക്രമണം അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ചിട്ടേയുന്നുവെന്നും ഗ്രാവിറ്റി ബോംബുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും ഹെഗ്സെത്ത് പറഞ്ഞു.